ഹലോ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. മനോഹരമായൊരു ഗാനം ഇങ്ങനെയുണ്ട്. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ എന്നെ പണിയണമേ. അതെ, കുശവൻ കളിമണ്ണ് കിട്ടുമ്പോൾ തനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മൺപാത്രങ്ങളും രൂപങ്ങളും ഒക്കെ ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കും. അതെ, അപ്പോൾ തന്നെ താൻ ഉണ്ടാക്കുന്ന ആ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ആ പാത്രങ്ങളിൽ എന്തെങ്കിലും ഒരു കോട്ടമുണ്ട് അല്ലെങ്കിൽ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ ഉടച്ച് വീണ്ടും നല്ല രീതിയിൽ താനത് പണിതെടുക്കും. ഒന്നുകിൽ തൻ്റെ പിഴവ് കൊണ്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ പാത്രം തനിയെ ഉടഞ്ഞു പോയെങ്കിലും കുശവൻ എന്ത് ചെയ്യും? അതിനെ നല്ല രീതിയിൽ പണിതെടുക്കും. ഇതുപോലെയാണ് നമ്മുടെ ലൈഫിൽ. ചിലപ്പോൾ നമ്മുടെ കുറവുകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ ലൈഫിൽ വന്നുപോയ ചില കുറവുകൾ നന്നാക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ പണിതെടുക്കും. അതെ, നമുക്കറിയാം, ചില കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു പണിയുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ആ എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അല്ലെങ്കിൽ മിസ്ത്രി അതിനെ പണിതെടുക്കും. കാരണം പൊളിച്ചു കഴിയുമ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് അതിനെ വാർത്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ, നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ, ബൈബിളൊരു കഥ പറയുന്നുണ്ട്. മുടിയനായ പുത്രൻ തനിക്കുണ്ടായിരുന്ന അവസരത്തെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ തനിക്കുള്ള സമ്പത്തൊക്കെ ദൂർത്തടിച്ച് കളഞ്ഞപ്പോഴും അവൻ്റെ മനസ്സിൽ വന്ന ഒരു രൂപാന്തരം ദൈവം അവനെ പണിതെടുത്ത ആ സമയം അവൻ്റെ ലൈഫിനെ തന്നെ തിരിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ കൊണ്ടും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ വരുന്ന ചില കുറവുകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം ഏറ്റവും നല്ലതായി അതിനെ പണിതെടുക്കും. അതെ, ആ പണിതെടുക്കുന്നത് ഒരിക്കലും നമ്മൾ തളർന്നു പോകാനല്ല, ഏറ്റവും നല്ലൊരു പാത്രമാക്കി നമ്മളെ മാറ്റുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, നല്ല പാത്രങ്ങളായി മാറാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുറവുകളൊന്നും നോക്കണ്ട, നമ്മുടെ സാഹചര്യങ്ങൾ നോക്കണ്ട, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ നല്ലൊരു മാനപാത്രമാക്കി നമ്മളെ മാറ്റും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.